Hi everyone, hope all are you doing great. Tomorrow is the big day. നീറ്റ് 2026 പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്ന ഈ അവസാന മൊമെന്റ്. നിങ്ങളുടെ മെന്റർ എന്ന നിലയിൽ എനിക്ക് ചില കാര്യങ്ങൾ സ്റ്റുഡൻസിനോടും അതുപോലെ തന്നെ പാരൻസിനോടും ഷെയർ ചെയ്യാനുണ്ട്. ഐ നോ എക്സാക്ട്ലി വാട്ട്സ് ഗോയിങ് ടു യുവർ മൈൻഡ്സ് റൈറ്റ് നൗ. ഒരു ചെറിയ പേടിയും ഒരുപാട് എക്സൈറ്റ്മെന്റും ഒക്കെ മിക്സ്ഡ് ആയ ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ, അല്ലേ? But let me tell you, it is completely normal to feel a bit nervous. അതിന്റെ അർത്ഥം നിങ്ങൾ ഈ പരീക്ഷയെ അത്രയും ഗൗരവമായി കാണുന്നു എന്നാണ്. ഇറ്റ് ഷോസ് യുവർ ഡെഡിക്കേഷൻ. നമുക്ക് എക്സാം കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് കുറച്ച് ടെൻഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും ആ ടെൻഷൻ എങ്ങനെ നമുക്ക് നാളത്തെ വിജയം ആക്കി മാറ്റാം എന്നതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, ബിലീവ് ഇൻ യുവർ സെൽഫ്, ബിലീവ് ഇൻ യുവർ പ്രിപ്പറേഷൻ. നമ്മൾ പഠിച്ചതെല്ലാം മറന്നുപോയോ എന്നൊരു പേടി ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാം. അതിനെയാണ് നമ്മൾ പ്രീ എക്സാം ആൻഷൈറ്റി എന്ന് വിളിക്കുന്നത്. എന്നാൽ നാളെ പരീക്ഷാ ഹാളിൽ കയറി ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന മൊമെന്റിൽ നിങ്ങളുടെ ഓർമ്മകൾ താനെ ഉണരും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി പുതിയ കാര്യങ്ങൾ പഠിച്ച് ടെൻഷൻ കൂട്ടരുത്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: കീപ് ഇറ്റ് സിമ്പിൾ. ഇന്ന് രാത്രി ലഘുവായ ഭക്ഷണം കഴിച്ച് നേരത്തെ ഉറങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളുടെ ബ്രെയിൻ റീചാർജ് ചെയ്താൽ മാത്രമേ നാളെ ഫാസ്റ്റായി തിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ആൻഡ് സെക്കൻഡ് തിങ്, ഐഡന്റിറ്റി ചെക്ക്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്, ഫോട്ടോ, ID കാർഡ് എന്നിവ ഇപ്പോൾ തന്നെ ബാഗിൽ എടുത്തു വെക്കുക. നാളെ രാവിലെ പരിഭ്രാന്തരാകാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ആൻഡ് തേർഡ് വൺ, പോസിറ്റിവിറ്റി. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മിററിൽ നോക്കിയിട്ട് നിങ്ങൾ സ്വയം പറയുക, ഞാൻ ഇതിനായി തയ്യാറെടുത്തു കഴിഞ്ഞു, ഞാൻ ഇത് മികച്ച രീതിയിൽ തന്നെ ചെയ്യും, ഐ വിൽ ഡു മൈ ബെസ്റ്റ്. ആൻഡ് ഇനി പരീക്ഷാ ഹാളിൽ നിങ്ങൾ പാലിക്കേണ്ട ചില സ്ട്രാറ്റജികൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ, റീഡ് ദി ഇൻസ്ട്രക്ഷൻ. പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് വായിക്കുക. ആൻഡ് ഓർഡർ ഓഫ് അറ്റംപ്റ്റ്. സാധാരണയായി നമ്മൾ ചെയ്യാറുള്ളത് പോലെ ബയോളജിയിൽ തുടങ്ങുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടും. പിന്നീട് കെമിസ്ട്രിയും ഫിസിക്സും ചെയ്യുക. എളുപ്പമുള്ള ചോദ്യങ്ങൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദെൻ ഡോണ്ട് ഗെറ്റ് സ്റ്റക്ക്. ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് ഹാർഡായിട്ട് തോന്നിയാൽ അവിടെ നിങ്ങൾ ഒരുപാട് സമയം കളയരുത്. മൂവ് ടു ദ നെക്സ്റ്റ് വൺ. ഓരോ മിനിറ്റും നമുക്ക് വിലപ്പെട്ടതാണ്. ആൻഡ് ഫോർത്ത് വൺ, OMR ബബ്ലിംഗ്. OMR ബബ്ലിംഗ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനം ഒന്നിച്ച് ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കരുത്. ഓരോ പേജ് കഴിയുമ്പോഴും കൃത്യമായി നിങ്ങൾ ബബിൾ ചെയ്യുക. ആൻഡ് ബി കെയർഫുൾ വിത്ത് നെഗറ്റീവ് മാർക്കിംഗ്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തരം ഒട്ടും അറിയില്ലെങ്കിൽ അത് നിങ്ങൾ വിട്ടേക്കുക. തെറ്റായ ഉത്തരങ്ങൾ നിങ്ങളുടെ റാങ്ക് കുറക്കും. സോ ബി സ്മാർട്ട്. ആൻഡ് അവസാനമായി എനിക്ക് പാരൻസിനോട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾ നാളെ പരീക്ഷ എഴുതുന്നത് അവരുടെ കരിയറിന് വേണ്ടിയാണെങ്കിൽ അവരത് ചെയ്യുന്നത് നിങ്ങളുടെ സ്വപ്നം കൂടിയാണ്. ഈ മൊമെന്റ് അവർക്ക് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്. അവരോട് സ്കോറിനെ കുറിച്ചോ റാങ്കിനെ കുറിച്ചോ നിങ്ങൾ നാളെ സംസാരിക്കരുത്. പകരം അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ വീട്ടിലൊരുക്കുക. നീ നിന്റെ മാക്സിമം ചെയ്യുക. റിസൾട്ട് എന്തു തന്നെയായാലും ഞങ്ങൾ നിന്റെ കൂടെയുണ്ട് എന്നൊരു വാക്ക് മതിയാവും അവർക്ക് കരുത്ത് നൽകാൻ. നിങ്ങൾ അവർക്ക് നൽകുന്ന ആത്മവിശ്വാസമാണ് നാളെ അവരുടെ പേനയ്ക്ക് വേഗത കൂട്ടുന്നത്. സോ അവസാനമായി, വിജയം എന്നത് കേവലം ഒരു പരീക്ഷയിലെ മാർക്ക് മാത്രമല്ല. നിങ്ങൾ ഇത്രയും നാൾ കാണിച്ച ആ ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. പരീക്ഷയെ ഒരു ശത്രുവായി കാണാതെ നിങ്ങളുടെ അറിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായി കാണുക. നാളെ പരീക്ഷാ ഹാളിലോട്ട് കയറുന്നതിന് മുമ്പ് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. സോ ഡിയേഴ്സ്, ഗോ ആൻഡ് ഗിവ് യുവർ ബെസ്റ്റ് ഷോട്ട്. യു ആർ വിന്നേഴ്സ് ഓൾറെഡി. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.